നമസ്കാരം. കള്ള് ഷാപ്പ് കുപ്പി അറ്റാച്ച്ഡ് ആയാൽ സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക്. സുപ്രീം കോടതി വിധി സൃഷ്ടിച്ച മദ്യ അടിയന്തരാവസ്ഥ മറികടക്കാനുള്ള എല്ലാ വഴികളും ആലോചിക്കുകയാണ് സർക്കാർ. മദ്യഷാപ്പുകളെല്ലാം പൂട്ടിപ്പോകുന്നത് ഖജനാവിൻ്റെ ആരോഗ്യത്തിന് നല്ലതല്ലാത്തതിനാലും കുടി നിർത്താത്തവർക്കായി നല്ല മദ്യം എത്തിച്ചു കൊടുക്കേണ്ടത് സർക്കാരിൻ്റെ ബാധ്യത ആയതിനാലും പല വഴികൾ ആലോചിക്കുകയാണ് സർക്കാർ. കള്ള് ഷാപ്പുകൾക്ക് സമീപം ബിവറേജസ് ഔട്ട്ലെറ്റും കൂടി ആയാലോ എന്നാണ് ഒരാലോചന. പല ആലോചനകളിൽ ഒന്ന് മാത്രമാണിതെന്നും തീരുമാനമായില്ലെന്നും വകുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന മന്ത്രി ജി സുധാകരൻ. അല്ലെങ്കിൽ തന്നെ കേരളീയരുടെ ജൈവിക സ്വത്തായ കള്ള് ഷാപ്പുകളിൽ വിദേശ മദ്യം കൂടി വന്നാൽ എന്താവും സ്ഥിതി? സ്വദേശിയും വിദേശിയും ഒരേ മേൽക്കൂരയ്ക്കു കീഴേ. നീ അറിഞ്ഞോ മേലെ മനസ്സ് ആയിരം ഷാപ്പുകൾ തുറക്കുന്നുണ്ട്. നീ അറിഞ്ഞോ മേലെ മനസ്സ് ആയിരം ഷാപ്പുകൾ തുറക്കുന്നുണ്ട്. ഇന്നൊരു പ്രപ്പോസൽ ആലപ്പുഴയിൽ നിന്ന് വന്നു. ഞാൻ ഫോണിൽ കൂടിയാൽ വന്നേ. പ്രശ്നമില്ലാത്ത ഒരുപാട് കള്ള് ഷാപ്പുകളുണ്ട് അങ്ങ് വിദൂരമായ സ്ഥലങ്ങളിൽ, ഗ്രാമങ്ങളിൽ. അവിടേക്ക് ഇതിൻ്റെ ഔട്ട്ലെറ്റിലൂടെ മാറ്റി സ്ഥാപിച്ചോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ നിങ്ങൾ ചർച്ച ചെയ്തോ? എനിക്ക് അഭിപ്രായ ചർച്ചയില്ല. വല്ല നിയമ തടസ്സം ഉണ്ടെങ്കിൽ നിയമ തടസ്സം ഒഴിവാക്കി തരാൻ എക്സൈസിൻ്റെ സെക്രട്ടറിയോട് പറഞ്ഞാൽ മതി. ഷാപ്പിന്റെ മൂലയിൽ കുടത്തിലിരിക്കുന്നവൻ അന്തിയോ അതോ പുലരിയോ? ഷാപ്പിന്റെ മൂലയിൽ കുടത്തിലിരിക്കുന്നവൻ അന്തിയോ അതോ പുലരിയോ? അല്ല, കള്ള് ഷാപ്പുകളിൽ ഫോറിൻ ലിക്കർ വിൽക്കുന്നത് നിയമപരമായി നിലനിൽക്കുമെന്ന് എനിക്ക് വിശ്വാസമില്ല. കാരണം അബ്കാരി ആക്ട് അനുസരിച്ച് അവിടെ ഷാപ്പുകളിൽ ഇങ്ങനെ വിതരണം ചെയ്യാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. മോനെ, ഇതൊക്കെ ഒന്ന് തുടങ്ങി കിട്ടാനേ ബുദ്ധിമുട്ടുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര സുഖല്ലേ. മലയുടെ മേളിലായാലും കുടിയന്മാർ പോയി കുടിച്ചോളും. ഇതല്ലേ സുപ്രീം കോടതി പറഞ്ഞത്? സുപ്രീം കോടതി പറയുന്നതിന് 3 ദിവസം മുമ്പ് ഞാൻ സംസാരിച്ചത് കക്കൂസ് കൊണ്ടുവച്ചാലും അവിടെ ഒന്ന് കുടിച്ചോളും. പതുക്കെ എങ്ങനെ ഇങ്ങോട്ട് വലിക്കുക കണ്ട, എന്നിട്ട് ഇങ്ങനെ എടുക്കുക. ഇങ്ങനെ ഊതിയാ മതി. അതുകൊണ്ട് സ്ഥലം ഒരു പ്രശ്നമല്ല. ജനങ്ങൾക്ക് പ്രശ്നമില്ലാത്തടത്ത് അവർ കണ്ടുപിടിച്ച് വെച്ചോണം. അതിനെ നിരോധിച്ചിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ പോയി ബഹളം ഉണ്ടാക്കുന്നത് അത് മദ്യപാനത്തോടുള്ള വിരോധം കൊണ്ടൊന്നുമല്ല. അഭിഷേകം ദിനവും പട്ടകൊണ്ടഭിഷേകം. കള്ളിൽ വെള്ളം ചേർക്കുന്നത് പോലെ സുപ്രീം കോടതി വിധിയിൽ വെള്ളം ചേർക്കുന്നതിനോട് ഗാന്ധിയന്മാരായ കോൺഗ്രസ്സുകാർക്ക് യോജിപ്പില്ല. ഘട്ടം ഘട്ടമായി ബാറുകൾ തുറക്കുകയും പിന്നീട് പൂട്ടുകയും ചെയ്ത അവർക്ക് മദ്യരഹിത ഗാന്ധിയൻ സ്വരാജ് സ്ഥാപിക്കുന്നതിൽ ബാധ്യതയുണ്ട്. സുപ്രീം കോടതി വിധി നടപ്പിലാക്കണം. അതിൽ വെള്ളം ചേർക്കാനോ അതിൽ ഏതെങ്കിലും തരത്തിൽ പഴുതുകൾ കണ്ടുപിടിച്ച് ഈ പാതയോരത്ത് നിന്ന് ഈ സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ മദ്യഷാപ്പുകൾ മാറ്റി സ്ഥാപിക്കുവാൻ ഒരിക്കലും ഗവൺമെൻറ് പുറകോട്ട് പോകരുത്. ഞങ്ങൾ മദ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ആരും കുടിക്കേണ്ടതെന്ന് തന്നെ അഭിപ്രായം. നിങ്ങൾ ആരും കുടിക്കണ്ട, മദ്യഷാപ്പിലോട്ട് പോകണ്ട. മദ്യപാനി വരൂ, ഇതിലേ വരൂ, കുടിക്കൂ, സൂഹിക്കൂ, നമ്മുടെ ബോർഡൊന്നുമില്ലല്ലോ. അപ്പം മനഃപൂർവ്വം അവർ പോയി കുടിക്കുകയാണ്. അവർക്കത് കുടിച്ചേ പറ്റൂ. കുറച്ച് ആൾക്കാർക്ക് അത് നമ്മൾ കൊടുത്തില്ലെങ്കിൽ അവർ എവിടെയെങ്കിലും പോയി വിഷം കുടിച്ചു കളയും. ആൾ മരിക്കും. ആൾ മരിക്കുമ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് കസേര കാണുമോ? ഇനി ഓരോന്ന് പിടിപ്പിച്ചിട്ടാവല്ലേ. ആണുങ്ങൾ തമ്മിൽ കൈ കോർക്കുമ്പോ ഓരോന്ന് പിടിപ്പിക്കണം. അതും ഇതുപോലത്തെ സ്പെഷ്യൽ വെട്ടിരുമ്പ്. കള്ളുഷാപ്പിൽ വിദേശ മദ്യം കൊണ്ടുവരുന്ന കാര്യത്തിൽ മദ്യപരും ആശയക്കുഴപ്പത്തിലാണ്. കേരളത്തിൻ്റെ പൈതൃക സ്മാരകങ്ങളിൽ ഒന്നായി കണക്കാക്കാവുന്ന കള്ളുഷാപ്പുകളെ വിദേശവൽക്കരിക്കുന്നതിൽ പ്രാദേശികമായ എതിർപ്പുയർന്നാൽ മന്ത്രിക്കും സർക്കാരിനും പിന്നോട്ട് പോകേണ്ടി വരും. ഇല്ല, പ്രപ്പോസലൊന്നും അല്ലത്. ഇന്നലെ ആലപ്പുഴയിൽ നിന്നാണ് ഇന്നലെ മിനിഞ്ഞാന്ന് രാവിലെ ഒരു നിർദ്ദേശം വന്നതാണ്. ഞങ്ങളത് പരിശോധിച്ചിട്ട് ഒന്നും തീരുമാനിച്ചിട്ടില്ല. നിർദ്ദേശങ്ങൾ ഒരുപാട് വരുന്നുണ്ട്. ഇതെല്ലാം പരിശോധിക്കുകയാണ്. ഞങ്ങളൊന്നും തീരുമാനിച്ചില്ല. ചുമ്മാതെ തീരുമാനിച്ചെന്ന് ഓരോരുത്തരും റിപ്പോർട്ട് ചെയ്യുകയാണ്. ശരിയല്ല. ഫോണിലായി പ്രപ്പോസൽ വന്നു. ഞാൻ പറഞ്ഞു എനിക്ക് പറയാൻ പറ്റില്ല, പരിശോധിച്ച് നോക്കാമെന്ന് പറഞ്ഞു. പരിശോധിച്ച റിപ്പോർട്ട് വന്നിട്ടുമില്ല. ഇപ്പോൾ പരിശോധന നടന്നിട്ടുമില്ല. താനെന്നും പറയണ്ടേറിയെന്നും വിളിക്കണ്ടരെമ്മാടി എന്ന് വിളിക്കും. തന്നെ ഞാൻ തെമ്മാടി എന്ന് വിളിക്കും. എനിക്കൊന്നേ പറയാനുള്ളൂ. ഇപ്പം സുപ്രീം കോടതി വിധി വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കുറേ ഷാപ്പുകൾ
പിന്നെ ബാറുകളും ബിവറേജസിൻ്റെ ഔട്ട്ലെറ്റ്സൊക്കെ പൂട്ടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറ്റി സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ്. ജനങ്ങൾ എതിർക്കുന്ന സ്ഥലങ്ങളിലേക്ക് പുതിയ ഷാപ്പ് സ്ഥാപിക്കാൻ പാടില്ല. അത് ഗവൺമെൻറ് ഒരു നയമായിട്ട് തന്നെ അംഗീകരിക്കണം. അല്ലെങ്കിൽ ഈ സംസ്ഥാനത്തൊട്ടാകെ വലിയ പ്രശ്നങ്ങളുണ്ടാകും. നിങ്ങൾ ക്രമസമാധാനം ഉണ്ടാക്കാതിരിക്കുക. എന്ത് ക്രമസമാധാനം ഉണ്ടാകും ഇത്രയും ദിവസം? എന്റെ കരളെ, എന്നെ വിളിച്ചോ? നിങ്ങളെയല്ല, കരളേന്ന് വിളിച്ചത് എന്നെയാ. ഓ, എന്താടാ തോമ? നീ ഇല്ലാത്ത ജീവിതത്തെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ. നീ ചിന്തിക്കുകയേ വേണ്ട. ജീവിതാവസാനം വരെ ഞാൻ നിന്നെ വിട്ടു പോവില്ലടാ. കുറ്റം പറയരുതല്ലോ. ബിവറേജസ് ഷാപ്പുകൾക്ക് മുന്നിൽ അച്ചടക്കത്തോടെ ക്യൂ നിൽക്കാൻ ക്ഷമാശീലമുള്ളവരാണ് മദ്യപർ. ഇനി കുപ്പിക്കായി കിലോമീറ്ററുകൾ അലഞ്ഞ് ആകെ വലഞ്ഞ് വയലൻ്റായി ഓവറായാൽ സർക്കാർ ഇടപെടും. ഇന്നലെ ഞാൻ മലപ്പുറത്തായത് ആരോ വിളിച്ചു പറഞ്ഞു, ഒരു ഔട്ട്ലെറ്റിലെ ക്യൂ വലുതായ 2-3 കള്ളുകൂടിയന്മാർ വഴക്കുണ്ടായി. നമ്മൾ അപ്പം അറസ്റ്റ് ജയിലിലിടാൻ പറഞ്ഞു. അയാളെ ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞോണ്ട്? അയാളെ ആരെങ്കിലും ക്യൂവിനെ വിളിച്ചോന്ന്? അയാൾ എന്തിനാ വന്നാൽ അവിടെ നിൽക്കേണ്ടി വരും. ഇവിടെ ഗവൺമെൻറ് ഉണ്ട്, കോടതിയുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. കള്ളുകൂടിയന്മാർ ബഹളം ഉണ്ടാക്കിയാൽ കള്ളും കുടിക്കാതെ ജയിലിൽ പോകേണ്ടി വരും. എന്റെ ഷാപ്പ് ഭഗവതി. പൊതുമരാമത്ത് വകുപ്പിനെ നന്നാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് മന്ത്രി ജി സുധാകരൻ്റെ ചുമലിൽ എക്സൈസ് വകുപ്പിൻ്റെ ചുമതല കൂടി വന്നത്. കിട്ടുന്ന കാശ് വീട്ടിൽ കൊടുത്തില്ലെങ്കിലും പെൻഷനും ശമ്പളവും നൽകാൻ സർക്കാരിന് നൽകുന്ന മദ്യപരെ ഇങ്ങനെ വെയിലത്തു നിർത്തി കഷ്ടപ്പെടുത്തുന്ന പ്രാകൃത സമ്പ്രദായം പരിഷ്കരിക്കേണ്ടതുണ്ടെന്നാണ് മന്ത്രിയുടെ അഭിപ്രായം. മദ്യ ഉപഭോക്താക്കളുടെ അന്തസ്സിനെക്കുറിച്ച് ചിന്തിക്കാൻ ഇപ്പോഴെങ്കിലും നമുക്കൊരു മന്ത്രി ഉണ്ടായല്ലോ. കള്ളുകൂടിയന്മാർ ക്യൂ ആയിട്ട് നിൽക്കുന്നു. ആ ക്യൂ ആണ് ഏറ്റവും വൃത്തികേട്. വേറെ അപരിഷ്കൃതമല്ല. ഈ കേരളത്തിലെ എവിടെയെങ്കിലും ഈ വൃത്തികേടുണ്ടോ? അതൊക്കെ അവസാനിപ്പിക്കാൻ പോവുക. ടൈം എടുക്കുന്നേ ഉള്ളൂ. നല്ല കെട്ടിടങ്ങളൊക്കെ നിർമ്മിച്ച് ആളില്ലാത്തടത്ത് നല്ല കോമ്പൗണ്ട് മാൾ നല്ല കസേരയൊക്കെ ഇട്ട് അവിടെ ആൾ വന്നിട്ട് കഴിച്ചിട്ട് പോട്ടെ. ഇതെല്ലാം നടത്താൻ സമയമുണ്ടായിട്ട് 65 വർഷമായിട്ട് നടത്തിയില്ല. ഇത് എക്സൈസ് വകുപ്പിനെ നവീകരിച്ചില്ല. ആ പഴയ പ്രാകൃതമായ സമ്പ്രദായ എക്സൈസ് വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരെ ധാരണ ഈ തെണ്ടികൾ കുടിച്ചിട്ട് പോട്ടെ. നായത് ഉടുപ്പ് ഒന്നും ഇടാതെ അണ്ടർവെയർ ഇടാതെ വന്ന് കുടിക്കുകയാണ്, വന്ന് നിൽക്കുകയാണ്. ശരിയല്ലേ? അവിടെ വേഷങ്ങൾ മിക്കവാറും പ്രാകൃതമല്ലേ? ശ്രദ്ധിച്ചില്ലേ? പ്രമാണിമാരും ക്യൂ നിൽക്കത്തില്ല, പാവപ്പെട്ടവനാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കി നമ്മളും ജനങ്ങളും എല്ലാം നിങ്ങളെ സഹായിക്കണം. കുട്ടേട്ടാ, ഇനി എനിക്ക് എന്താണ് വേണ്ടേ? കുട്ടേട്ടൻ്റെ ഒരു ഫോട്ടോ തരുമോ? എന്തിന്? പേഴ്സിൽ വെക്കാനാ. ചില്ലറ കാശല്ല മദ്യവിൽപ്പനയിലൂടെ ഖജനാവിൽ എത്തുന്നത്. നോട്ട് റദ്ദാക്കൽ സൃഷ്ടിച്ച ഭയപ്പാടിൽ നിന്ന് ധനമന്ത്രി തോമസ് ഐസക്ക് പുറത്തു കടന്നിട്ടേയുള്ളൂ. അപ്പോഴാണ് അടുത്ത അടി. 4000 മുതൽ 5000 കോടി വരെയാണ് കുറവ് ഐസക് പ്രതീക്ഷിക്കുന്നത്. ഷാപ്പ് പൂട്ടിയാൽ കിഫ്ബിയിൽ വരുന്ന പണമെടുത്ത് ശമ്പളവും പെൻഷനും കൊടുക്കാൻ പറ്റില്ല. മൻമോഹൻ ബംഗ്ലാവിൽ താമസിക്കുന്ന 13ാം നമ്പർ കാറിൽ സഞ്ചരിക്കുന്ന ധനമന്ത്രി പേടിച്ചാൽ നാട്ടുകാരെയും പേടിപ്പിക്കും. എൻ്റെ കയ്യിൽ ഒന്നുമില്ല, എൻ്റെ കൂടെ ആരുമില്ല, എൻ്റെ കയ്യിൽ ഒന്നുമില്ലെങ്കിലും എനിക്കൊരു കോപ്പുമില്ല. എന്താ ഇതിന്റെ കഥ? എങ്ങും കനത്ത നിശബ്ദത. അതാ ഇരുട്ടിൽ നിന്നും ഒരാൾ പ്രത്യക്ഷപ്പെടുന്നു. പ്രത്യക്ഷപ്പെട്ട് ഈ മദ്യശാലകൾ ഗണ്യമായ ഭാഗം അടച്ചുപൂട്ടേണ്ടി വന്നത് മദ്യത്തിൽ നിന്നുള്ള നികുതി വരുമാനത്തെ വളരെ ഗണ്യമായിട്ട് ബാധിക്കും. 4000-നും 5000-നും കോടി രൂപയ്ക്ക് ഇന്നത്തെ നില തുറന്നാൽ സംസ്ഥാനത്തിന് വരുമാന നഷ്ടമുണ്ടാകും. എന്താണ് സർക്കാർ സ്വീകരിക്കാൻ പോകുന്ന പ്രതിവിധി? പൂർണ്ണമായിട്ടും സുപ്രീം കോടതി വിധി നമുക്ക് മറികടക്കാനൊന്നും കഴിയില്ല. ചില ഇളവുകൾ പ്രായോഗികമായി കണ്ടെത്താൻ പറ്റിയേക്കാം. പക്ഷെ അത് സൃഷ്ടിക്കുന്ന പ്രശ്നം പൂർണ്ണമായിട്ട് പരിഹരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഈ ഉണ്ടാക്കിയിട്ടുള്ള പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ട് പരിഹരിക്കാൻ പറ്റുന്നതല്ല. പക്ഷേ മറ്റു പല സംസ്ഥാനങ്ങളും പല നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടല്ലോ. നമ്മുടെ സംസ്ഥാനത്ത് തന്നെ പലരും പല നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്
ക്യാബിനറ്റാണ് ചർച്ച ചെയ്ത് തീരുമാനിക്കുക. ഞാനിപ്പോൾ അതിൻ്റെ വകുപ്പ് മന്ത്രി പോലുമല്ല, ഞാനതുകൊണ്ട് അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നില്ല. പക്ഷേ ഇത് പരിഹരിച്ചില്ലെങ്കിൽ അതീവ ഗുരുതരമായ സാമ്പത്തിക പ്രത്യാഘാതം സൃഷ്ടിക്കും. വേറൊരു മാർഗവുമില്ല, നികുതി പിരിച്ചൊന്നും അത് വർദ്ധിപ്പിക്കാൻ പറ്റത്തില്ല, ആ വിടവുണ്ടാവും. അപ്പോൾ പ്രായോഗികമായ പരിഹാരങ്ങൾ ഇതിന് കണ്ടെത്തണം, നിയമവ്യവസ്ഥക്കുള്ളിൽ നിന്നുകൊണ്ട്. ആ പ്രായോഗികമായ പരിഹാരങ്ങൾ വന്നാൽ ഇതിൻ്റെ ആഘാതം കുറയ്ക്കാൻ പറ്റും. ഞാൻ പറഞ്ഞത് ഇന്നിപ്പോൾ ഇന്ത്യയിൽ മറ്റ് സംസ്ഥാനങ്ങൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന നടപടികൾ, വന്നിട്ടുള്ള പല നിർദ്ദേശങ്ങൾ, ഇവയൊക്കെ ഗൗരവമായിട്ട് പരിഗണിച്ചേ തീരൂ. അതുപോലൊരു സാമ്പത്തിക പ്രത്യാഘാതം ഇതിനുണ്ട്. ഇതിലൊരു പരിഹാരം കണ്ടെത്താൻ കഴിയുന്നില്ല. ഇന്നത്തെ നിലയിലാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ ചിലവ് അത്രയും ചുരുക്കേണ്ടി വരും. ശമ്പളം കുറക്കാൻ പറ്റില്ല, പെൻഷൻ കുറക്കാൻ പറ്റില്ല, പലിശ കുറക്കാൻ പറ്റില്ല, മറ്റേ ബാക്കി വികസന പ്രവർത്തനങ്ങൾ കുറക്കേണ്ടി വരും. തീർന്നോ? വേണമെങ്കിൽ കുറച്ച് ഇലാബറേറ്റ് ആയിട്ട് പറയാം. ഇനി ഒരു അക്ഷരം മിണ്ടാൻ നിന്റെ വീട്ടിൽ ഞാൻ തീർന്നു. വക്രദൃഷ്ടിയിൽ ഇടവേളയാണ്. മൂന്നാറിലെ മാട്ടുപ്പെട്ടി മച്ചാൻ. അപ്പൊ അവിടെ ഉണ്ടല്ലോ ഡബിളാ ഡബിള്.